നമുക്കൊരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഇഷ്യൂസ് നമ്മൾ ഒരു ഭയപ്പാടിലോട്ട് വന്ന് വിടുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, ആ സമയത്ത് ആ സംഭവത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നു. ഈ കോർട്ടിസോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചില സമയങ്ങളിൽ ഇദ്ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെയും പ്രോട്ടീനിനെയും ഒക്കെ അദ്ദേഹം ഷുഗറായിട്ടും മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ സാറാണ്. ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും അല്ല, എല്ലായിടത്തും ഒരുപോലെ കേൾക്കുന്നത് സ്ട്രെസ് മൂലം ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഒരുപാടിടത്ത് എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. അപ്പം ഈ സ്ട്രെസ്സും ഡയബറ്റിക്കും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? ഓക്കെ, വളരെ നല്ല ഒരു ചോദ്യമാണ്. അത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ആദ്യം നമുക്ക് സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് 2 വാക്ക് പറയാം. സ്ട്രെസ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഓരോ കപ്പാസിറ്റികളുണ്ട്. നമുക്ക് ഇത്ര മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. പലർക്കും പല വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എടുക്കാൻ പറ്റാവുന്നതിനും അപ്പുറമുള്ള മനസ്സിൻ്റെ ലോഡ്, അല്ലെങ്കിൽ ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ വിഷമങ്ങൾ, അല്ലെങ്കിൽ സങ്കടങ്ങൾ, അല്ലെങ്കിൽ വർക്കുകൾ, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ അത് ചെയ്തു തീർക്കാൻ പറ്റണമെന്ന് അവിടെ ഒരു സിസ്റ്റം വയ്ക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ഇവിടെ വരുന്നു, അല്ലേ? എക്സാമ്പിൾ, നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിക്കകത്ത് 1 ലിറ്റർ വെള്ളം മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റുമ്പോൾ അവിടെ പ്രഷർ വരുന്നു, സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ മനസ്സിൻ്റെ ഒരു അവസ്ഥയുമുണ്ട്. നമുക്ക് ഇത്ര മാത്രമേ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്ര മാത്രമേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു അവസ്ഥ മനസ്സ് കണ്ടുവച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആ ഒരു എക്സ്ട്രാ ലോഡ്, അല്ലെങ്കിൽ എക്സ്ട്രാ വർക്കുകൾ, എക്സ്ട്രാ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, സാഡ്നെസ്സിൻ്റെ ആഫ്റ്റർ സാഡ്നെസ്, ദുഃഖത്തിന് ആഫ്റ്റർ ദുഃഖം, അപ്പം ഇങ്ങനെയെല്ലാം കണ്ടീഷൻ തരുമ്പോൾ നമ്മൾ അവിടെ ഒരു മനസ്സിൻ്റെ ഒരു അഴുത്തം അല്ലെങ്കിൽ പ്രഷർ അവിടെ കൂടാൻ സാധ്യതയുണ്ട്. അത് ഈ ലിമിറ്റഡ് ടൈമിൽ ചെയ്ത് തീർക്കണം എന്ന് പറയുന്നൊരവസ്ഥ. ഇത് നാളെയും മറ്റന്നാളും ചെയ്ത് തീർത്താൽ മതി വെച്ചാൽ കുഴപ്പമില്ല, ഇത് ഇന്ന സമയത്ത് ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ലോഡ് വരുന്നു, എക്സ്ട്രാ ഒരു വർക്ക് അവിടെ വരുന്നു, എക്സ്ട്രാ വർക്ക് മനസ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനെ ആ ഒരു ഇത് താങ്ങാൻ പറ്റാതെയാണ് നമ്മൾ പലപ്പോഴും ഒരു ബേസ്റ്റിംഗ് ഔട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഡയബറ്റീസുമായി ബന്ധമുണ്ട് എന്ന് കൂടെ നമ്മളൊന്ന് സിമ്പിളായിട്ട് അനാലിസിസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഹോർമോണിനെ കുറിച്ച് നമ്മളൊന്ന് സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമുക്ക് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമുക്ക് ബ്ലഡിലുള്ള ഷുഗറിനെ അത് എനർജിയായിട്ട് മാറ്റുന്നു എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ആ ഷുഗർ ലെവലൊക്കെ എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻസുലിൻ അവിടെ ഒരു നല്ലൊരാളായിട്ട് നിൽക്കുന്നു. അദ്ദേഹം ഇവിടെ ഷുഗറിനെ എനർജിയായിട്ടൊക്കെ മാറ്റുന്നു. പാങ്ക്രിയാസിൽ നിന്നും ബീറ്റാസിൽ നിന്നും എല്ലാം ഈ ഷുഗർ അപ്പോൾ ഇൻസുലിൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇൻസുലിൻ അതിനെ മാനേജ് ചെയ്യുന്നു, നമ്മൾ എനർജിയായിട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സ്ട്രെസ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഹോർമോൺ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷയം അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് താങ്ങാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് വേവലാതി കൊള്ളുന്നു, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാകും. സ്ട്രെസ് ഹോർമോൺ എന്താണ്? ഈ സ്ട്രെസ് ഹോർമോൺ ഈ പറയുന്ന കോർട്ടിക്കോസ്റ്റെറോയിഡ് പോലത്തെ ഹോർമോൺസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. കോർട്ടിക്കോസ്റ്റെറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുമാണ് ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അഡ്രീനൽ ഗ്ലാൻഡ്സ് എവിടെ ഇരിക്കുന്നു? നമ്മളെ കിഡ്നിയുടെ മുകൾ ഭാഗത്ത് ഒരു ക്യാപ്പ് ലൈക്ക് ഒരു സ്ട്രക്ചറാണ്. ഒരു കോണിക്കൽ ഷേപ്പ്, നമ്മൾ തൊപ്പി വെക്കുന്ന പോലെ ഒരു സ്ട്രക്ചറിലാണ് 2 കിഡ്നിയിലും അത് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതിന് 2 ലെയറുണ്ട്, ഔട്ടർ ലെയറുമുണ്ട്, ഇന്നർ ലെയറുമുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ടർ ലെയറിൽ നിന്നുമാണ് ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് പറയുന്ന അതൊരു ഗ്രൂപ്പ് ഓഫ് ഹോർമോണാണ്. ശരീരത്തിന് ആവശ്യമായ സ്റ്റെറോയിഡാണത്. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. ഈ സ്റ്റെറോയിഡ് നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ഹോർമോൺ വളരെ മേജറായിട്ട് കാണുന്നു. ഒന്ന് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, വേറൊന്ന് കോർട്ടിസോൾ എന്ന് പറയുന്ന
ഹോർമോൺ, വേറൊന്ന് കോർട്ടിക്കോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ മൂന്നിനും ഈ പറയുന്ന സ്റ്റിറോയിഡാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഹോർമോണാണ്. ഇവിടെ നമുക്കൊരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഇഷ്യൂസ് നമ്മൾ ഒരു ഭയപ്പാടിലോട്ട് വന്ന് വിടുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, ആ സമയത്ത് ആ സംഭവത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നു. കോർട്ടിസോൾ അയാൾ അതിനെ ആ ഒരു സംഭവത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തി അവിടെ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ, മറ്റേത് കോർട്ടിസോൾ, ഇത് കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ ഇദ്ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഫാറ്റിനെയും പ്രോട്ടീനിനെയും ഒക്കെ അദ്ദേഹം ഷുഗറായിട്ടും മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും ഈ സ്റ്റിറോയിഡ് ഇവിടെ കൂടുമ്പോഴത്തേക്കും കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ പറയുന്ന നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത സംഭവത്തെയും ഷുഗറായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് സ്ട്രെസ് കൂടുമ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഈ പ്രവർത്തനം അവിടെ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് വേണം ഇതൊക്കെ വേണം. നമ്മളിപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഷുഗർ ലെവൽ താഴ്മായിരിക്കാം. അപ്പോഴാണ് ശരിക്കും ഈ പറയുന്ന ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നുമെല്ലാം ഈ പറയുന്ന ഹോർമോണിൻ്റെ സഹായത്തോടു കൂടി അതിനെ ഷുഗറാക്കി നമുക്ക് തരാനുള്ളത്. പക്ഷേ സ്ട്രെസ് വന്നാലും ഇങ്ങനൊരു സംഭവം അവിടെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് ആവശ്യത്തിന് തന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു മൈൽഡ് സ്ട്രെസ് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ ആൻ ആക്ടർ എന്ന് വെക്കുക, അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് പറയുന്ന ആഗ്രഹം വളരെ നല്ലതാണ്. അതിലേക്ക് വേണ്ടിയിട്ട് പല പ്രിപ്പറേഷനും അദ്ദേഹം ചെയ്യുന്നുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് എല്ലാം വളരെ വളരെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നാളെ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹം, ആവശ്യം എല്ലാം ഒരു സ്ട്രെസ്സിലോട്ട് വരും. നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇതിനെ നോക്കിക്കണ്ടാൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ഇതിനെ ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിലോട്ട് ചെയ്യുമ്പോൾ, ഭയങ്കരമായിട്ട് ഇതിനെ ചെയ്യണമെന്ന് പറയുന്ന ഓവർ ആഗ്രഹം ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങൾ അയാൾ എടുക്കും. ഇപ്പം എന്താണ്, നമുക്ക് മസിൽസ് വരാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ ചിലപ്പോൾ കഴിക്കുമായിരിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഏതൊരു സംഭവത്തിന് ഇപ്പോൾ പരീക്ഷ എക്സാം എഴുതാൻ പോകുന്നു, സ്ട്രെസ്സേ വേണ്ട നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ട്രെസ് ഉണ്ടാകും. കാരണം എന്തുകൊണ്ട്, എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആഗ്രഹം ആ ഒരു സ്ട്രെസ് ഫാക്ടറിൽ സ്ട്രെസ് ഹോർമോൺ ഉണ്ടാക്കും. പക്ഷെ ഇത് ഓവറായിട്ട് വരാതെ നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഓവറായി ഇതിനെക്കുറിച്ച് ഒരുപാട് ഇതിൻ്റെ പുറകിന് പോകണ്ട, തിങ്ക് ഔട്ട് ചെയ്ത് പോകണ്ട എന്ന് പറയുന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഈ പറയുന്ന ഈ സ്റ്റിറോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിറോയിഡിൻ്റെ ആവശ്യം വളരെ വലുത് തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ അത് ഓവറായി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളതിനെ മാനേജ് ചെയ്യാതെ വിടുമ്പോൾ, അല്ലെ ഏതൊരു സംഭവം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മൈൽഡ് സ്ട്രെസ് ഉണ്ടാവും. ആ മൈൽഡ് സ്ട്രെസ് ഓക്കെയാണ്. അത് വീണ്ടും കൂടി വരുന്ന ഒരവസ്ഥ നമ്മളെ വീണ്ടും ഈ പറയുന്ന നമ്മുടെ ബോഡിയുടെ ആ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺസിന് കൂടുതലായി ഉണ്ടാക്കും. അത് സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ അത് കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ ലെവലിനെ കൂട്ടുമ്പോൾ നമുക്ക് നേരത്തെ ഉള്ള ആ ഇൻസുലിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഈ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൂടി നിൽക്കുകയും ചെയ്യും. ഈ പറയുന്ന ഷുഗർ ഈ ടിഷ്യൂവും മസിൽസും ഒന്നും എടുക്കാതെ വരുമ്പോൾ വീണ്ടും ബ്ലഡിൽ കയറും. ഈ സ്റ്റിറോയിഡ് കൊണ്ട് വരുന്ന സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മൾ സ്റ്റിറോയിഡ് കുത്തിവെക്കുന്നു. അപ്പോൾ സ്റ്റിറോയിഡ് കുത്തിവെച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഡിസീസ് മാനേജ്മെന്റ് ആയിരിക്കും നടത്തുന്നത്. വയ്ക്കുമ്പോൾ അവർക്കും സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയബറ്റിക് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ശരീരത്തും ഈ പറയുന്ന സ്ട്രെസ് ഫാക്ടർ കൂടുമ്പോൾ നമ്മുടെ കോർട്ടിക്കോസ്റ്റെറോയിഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അത് അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, 2 ഹോർമോൺ, അപ്പോൾ കോർട്ടിക്കോസ്റ്റെറോൺ എന്ന് പറയുന്ന 3 ഹോർമോൺ ആവശ്യം തന്നെയാണ്. ചില സമയങ്ങളിൽ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ പറയുന്ന പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ ഷുഗറായി മാറ്റും കൂടുതലായി. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു ഷുഗർ ലെവൽ കൂടിയ ഒരു ഡയബറ്റിക് ഒരു സിംറ്റം കാണിക്കുന്ന ഒരാളായി മാറാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഒരു സിമ്പിൾ ഒരു വേർഷൻ. അതിനകത്ത് സിമ്പിളായിട്ട് പറയുമ്പോൾ അങ്ങനെ ഇത്തിരി ഹോർമോൺസ് വേറെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് അതിലോട്ട് കടക്കാതെ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് വേ ഓഫ് ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത്.